പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. ഞാൻ ഇന്ന് പറയുന്ന വീഡിയോ കുട്ടനാട്ടിലെ നെൽ കർഷകർ അനുഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചാണ്. അമ്പലപ്പുഴ തകഴി പുറക്കാട് കൃഷിഭവന്റെ പരിധിയിൽപ്പെടുന്ന 30 പാടശേഖരങ്ങൾക്ക് മുകളിലുണ്ട്. ഉപ്പുവെള്ളത്തിന്റെ ഭീഷണിയും വണ്ടുകളുടെ ബലക്ഷയവും ശുദ്ധമായ ജലം ഇല്ലാത്തതുകൊണ്ടും കർഷകർ കൃഷി ഉപേക്ഷിച്ചു പോകേണ്ട സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. 2018 പ്രളയത്തിനു ശേഷം തോടുകളിലെ ഒഴുക്ക് നിലയ്ക്കുകയും ജലം മലിനമാകുകയും ചെയ്തു. മുൻകാലങ്ങളിൽ രണ്ടാം കൃഷി ഉണ്ടായിരുന്ന പാടശേഖരങ്ങളായിരുന്നു. അന്ന് കർഷകർക്ക് നല്ല വിളവും ലഭിച്ചിരുന്നു. അന്ന് ഉപ്പുവെള്ളത്തിന്റെ ഭീഷണി ഉണ്ടായിരുന്നില്ല. നല്ല ശുദ്ധമായ വെള്ളവും തോടുകൾക്ക് നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു. വണ്ടുകൾ ബലമുള്ളതുമായിരുന്നു. ഇന്ന് ഉപ്പുവെള്ളത്തിന്റെ അതിപ്രസരണം ഉണ്ടായത് തോട്ടപ്പള്ളി ഫീൽവയ്ക്ക് സമീപം കരിമണൽ ഖനനം മൂലമാണ്. ആഴത്തിലുള്ള റെഡ്ജിങ്ങിലൂടെ അടിയിൽ നിന്നും ഉപ്പുവെള്ളത്തിന്റെ ശക്തമായ ഉറവയിലൂടെയാണ് ഉപ്പുവെള്ളം ഈ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കർഷകർ കൃഷി ചെയ്ത് നെല്ലുകൾ കൊണ്ടുപോകുവാൻ മില്ലുടമകൾ മടി കാണിക്കുന്നു. നെല്ല് വളരെ മോശവും വാഹനങ്ങൾ വരുവാൻ സൗകര്യമില്ലായ്മയും തോടുകളിലാണെങ്കിൽ പോളകൾ കയറി തിങ്ങി വളർന്നു നിൽക്കുന്ന അവസ്ഥയും തോടുകൾക്ക് ആഴമില്ലാത്തത് മൂലം നെല്ല് കൊണ്ടുപോകുവാൻ വള്ളം വരാനുള്ള സാഹചര്യവും ഇല്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് മില്ലുടമകൾ നെല്ല് കൊണ്ടുപോകാൻ മടി കാണിക്കുന്നത്. ദുരിതത്തിലായ കർഷകർ സംസ്ഥാന നെൽ കർഷക സംഘടനയെ വിവരം അറിയിക്കുകയും അവർ എല്ലാവരും ചേർന്നുകൊണ്ട് ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തു. കർഷകർ കൊയ്തുവെച്ച നെല്ല് 16 ദിവസം വരെ മഞ്ഞിലും വെയിലത്തും കിടന്ന് നശിച്ചു. കർഷക സംഘടനയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നെല്ലും വെള്ളവും പോകുവാൻ വേണ്ടി മാത്രം പോള വാരി മാറ്റുകയും ചെയ്തു. സർക്കാർ നെൽ കർഷകരെ തീർത്തും അവഗണിക്കുകയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന നെൽ കർഷക സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി പറയുന്നത് ഒന്ന് കേൾക്കൂ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തൊട്ടപ്പുറം കാണുന്ന കൊയ്യാറായി കിടക്കുന്ന പാടമാണ്. അതിലെ ഏറ്റവും മോശമായ ആയിട്ട് നെല്ല് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പുവെള്ളവും നമ്മുടെ ഈ പ്രളയം കഴിഞ്ഞപ്പം മുതൽ ഇവിടെ ഈ തോടുകളൊന്നും തെളിച്ചു കൊടുത്തിട്ടില്ല. അനേകം ഫണ്ടുകൾ നമ്മുടെ സർക്കാരിന് വന്നു കഴിഞ്ഞ്, അപ്പോൾ ഈ ഫണ്ടൊന്നും എവിടെ ചിലവാക്കി എന്ന് പറയത്തില്ല. ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകാർ ഇത് തെളിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം ഇവിടുത്തെ തന്നെ ഈ നെല്ലെല്ലാം മോശമായിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഇപ്പം സർക്കാരിൻ്റെ തന്നെ ഗവേഷക സംഘത്തെ ഇവിടെ നമ്മൾ വിളിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അവർ തന്നെ പറയുന്നത് ഈ തോട് താത്തു കൊടുക്കണമെന്ന് അവർ തന്നെ പറയുന്നത്. ഈ വെള്ളം കൊള്ളത്തില്ല. അത് കാരണം കൊണ്ട് കൃഷിക്കാരന് കൃഷി ചെയ്ത് നല്ല നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. ഇപ്പം അപ്പുറം ഒരു 2 കിൻഡിൽ 2.5 കിൻഡിലൊക്കെ നെല്ല് കിട്ടേണ്ട പാടങ്ങളാണ്. ഇതെല്ലാം ഇപ്പം വളരെ മോശമായിട്ട് 1/2 കിൻഡലൊക്കെയാണ് കിട്ടുന്നത്. കൃഷി ചെയ്യുന്ന പൈസ പോലും കിട്ടുന്ന ഒരു സാഹചര്യം ഇല്ലാതെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ. അപ്പം എത്രയും വേഗം തന്നെ ഈ തോടുകൾ ഇപ്പം ഈ പമ്പയാറ്റിൽ നിന്നാണ് ഈ പാടത്തിൽ നിന്ന് ഈ കിടക്കുന്ന തോട് ഇപ്പം ഈ ക്യാമറയിൽ തന്നെ കാണാൻ പറ്റും. ഈ തോടുകളെല്ലാം പ്രളയം കഴിഞ്ഞിട്ട് പോളയും ചെളിയും എല്ലാം കൂടെ അടിഞ്ഞിട്ട് ഈ വെള്ളം തോട്ടപ്പള്ളിയിലേക്ക് ചെല്ലുന്നില്ല. ചെല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിമണൽ കമ്പനി അവിടെ ഇവിടെ ഈ കുട്ടനാട്ടിൽ വെള്ളം കിടന്നു കഴിഞ്ഞാലേ അവർക്ക് ഈ പേരിൽ അവിടെ കരിമണൽ എടുക്കാൻ കുഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവര് കുഴിച്ചോണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ വെള്ളം ഒഴുകി ചെല്ലുന്നില്ല. സത്യത്തിൽ ഇവിടെ ഈ തോടുകളെല്ലാം താത്തു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 10-14 പാടശേഖരങ്ങളുടെ മേളിലുണ്ട്. ഈ തോടുകൾ തെളിച്ചു കഴിഞ്ഞാൽ ഈ കരിമാടി ആറ്റിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ തോട്ടപ്പള്ളിയിലേക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് ഇവിടെ വെള്ളം ഇല്ലാതാകും. ഈ പ്രളയം ഈ വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തന്നെ വെള്ളം ഇല്ലാതാകും. പക്ഷെ ആ ഇല്ലാതാക്കാനല്ല ഇവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ തോടൊന്നും ആഴം കൂട്ടാതെ ഇവര് കരിമണൽ എടുക്കണം. ഇവിടെ വെള്ളം കിടന്നാലേ ഈ പേരിൽ അവർക്ക് കരിമണൽ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ സർക്കാർ ഈ നടപടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പിണറായി വിജയന്റെ മോള് വിഷയം കേസ് വന്നപ്പോഴും നമുക്കറിയാം. അപ്പൊ ഇവർക്കൊക്കെ ഇത് കരിമണൽ എടുക്കാൻ വേണ്ടിയാണ് ഈ സർക്കാർ ഇത് തെളിച്ചു കൊടുക്കാത്ത ഈ പാടശേഖരങ്ങളിൽ. ഇല്ലെങ്കിൽ ഇത് തെളിച്ചു കൊടുത്തിരുന്ന കുട്ടനാട്ടിലെ കർഷകർ നല്ല നെല്ലും ഇപ്പൊ ഈ വിതച്ചിട്ട് ഈ കൃഷിനാശങ്ങൾ വന്നിട്ടും ഇവർ ഒരു നഷ്ടപരിഹാരവും സർക്കാർ ഈ കർഷകർക്ക് കൊടുക്കുന്നുമില്ല. അപ്പം കുട്ടനാട്ടിലെ കർഷകരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ. അതാണ് ഇത്. ഇപ്പം നമുക്കറിയാം, ഇവിടെ ഒരു കുഴൽക്കിണർ കുഴിച്ചാൽ പോലും ഇപ്പം ഇവിടെ ഉപ്പുവെള്ളമാണ് കിട്ടുന്നത്. ഇപ്പൊ ഈ പ്രദേശത്ത് ഉപ്പുവെള്ളമാണോ?
ഈ പ്രദേശത്ത് ഈ തോട്ടിലും എല്ലാം ഉപ്പുവെള്ളമാണ് ഇപ്പൊ. അങ്ങനെ ഉപ്പുവെള്ളം വരാനുള്ള സാഹചര്യങ്ങൾ എന്താണ്? സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം തോട്ടപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒരു വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. മുട്ടിട്ടിട്ട് ഒരു വെള്ളം കയറുന്നത്. അതുമല്ല, ഈ കരിമണലെടുത്തപ്പം മണ്ണിന്റെ സാന്ദ്രത കുറഞ്ഞുകൊണ്ട് തന്നെ ഈ അടിയിലൂടെ ഇപ്പൊ ഉപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അടിയിലൂടെ വരുന്ന ഉപ്പുവെള്ളമാണ്. അടിയിലൂടെ ഉപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടിയിലൂടെ ഉപ്പ് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ പാടത്തോട്ട് നോക്കുമ്പോ അറിയാം, ഈ വെള്ളം കയറ്റാൻ പറ്റത്തില്ല. വെള്ളം കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതും കൂടെ പോകും. ഇപ്പം കളയും ഇതും എല്ലാം ആയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ വരുന്നത്. ഇപ്പം നേരത്തെ 2 കൃഷി നടത്തിക്കൊണ്ടിരുന്നേ, ഇപ്പം ഒരു കൃഷി നടത്താൻ പറ്റുന്ന സാഹചര്യമായി. മഴ പെയ്താൽ മാത്രമേ നമ്മുടെ ഈ പാടങ്ങളിൽ കൃഷി നടക്കത്തുള്ളൂ എന്നുള്ള സാഹചര്യം നമ്മുടെ ഈ സർക്കാർ വളരെ ഈ കരിമണൽ കമ്പനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ശരി ശരി ശരി. ഓക്കെ ഓക്കെ ഏട്ടാ.